ഇന്ന് നൈനുക്കുട്ടിക്ക് സ്കൂളില്ല കേട്ടോ. അവൾക്ക് 1 വീക്ക് ലീവാണ്. പക്ഷെ നൈനുക്കുട്ടിക്ക് ഇന്ന് സ്കൂളിൽ പോകണം കേട്ടോ. അപ്പോൾ കുറച്ച് നേരം വൈകിട്ട് എണിച്ചത്. നമ്മൾ 8:30 ആകുമ്പോഴേക്കിനും അവളെ കൊണ്ടുവിട്ടാൽ മതി. ബസ്സൊക്കെ ആണെങ്കിൽ നേരത്തെ വരും കേട്ടോ. നമ്മൾ കൊണ്ടുവരുന്നതുകൊണ്ട് അവർ ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് നേരം വൈകിട്ട് എണിച്ചു കേട്ടോ. ഇന്ന് നമ്മൾ അവൾക്ക് കൊടുത്തു വരുന്നത് പൂരിയും ഒരു പൊട്ടറ്റോ കറിയാണ് കേട്ടോ. പിന്നെ അവളെ കുളിപ്പിച്ച് റെഡിയാക്കി സുന്ദരി കുട്ടിയാക്കി യൂണിഫോമൊക്കെ ഇട്ടിട്ട് ഞാനും നൈനുക്കുട്ടിയും കൂടിയിട്ട് സ്കൂളിൽ കൊണ്ടാക്കി കേട്ടോ. അവിടെ ചെന്നിട്ട് അവൾ ടീച്ചർ വിളിച്ചപ്പോൾ പോയി. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കരഞ്ഞൊന്നുമില്ല. നൈക്കുട്ടീനെ സ്കൂളിലാക്കിയിട്ട് നമ്മൾ വീട്ടിൽ പോയിട്ട് ചോറ് വെച്ചു. പിന്നെ ഇന്ന് സ്രാവ് ഉണക്കമീനാട്ടോ വെക്കണത്. അതൊക്കെ ഒന്ന് വെള്ളത്തിലിട്ടു. അപ്പോഴേക്കിനും നൈക്കുട്ടീനെ വിളിക്കാൻ പോകേണ്ട ടൈമായിട്ടോ. ഈ പാത്രത്തിൽ ഞാൻ പച്ചമുളക് നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ വന്നിട്ട് PGM വന്നിട്ട് കൂട് വെച്ചിരിക്കുക. കുറച്ച് നേരം കൊണ്ടാണ് വെച്ചേട്ടോ. അവിടുന്ന് ഇവിടുന്ന് ചുള്ളിക്കമ്പൊക്കെ പിറക്കി കൊടന്ന് വെച്ചാണ് കേട്ടോ. നൈക്കുട്ടീനെ സ്കൂളിലേക്ക് വിളിക്കാൻ പോയതും അവൾ കണ്ടപ്പോൾ എന്നോട് എന്താ പറഞ്ഞതെന്നറിയോ? അമ്മ ഞാൻ ഇന്ന് കരഞ്ഞില്ല എന്ന് കേട്ടോ. ടീച്ചറും പറഞ്ഞു നല്ല കുട്ടിയായിട്ടിരുന്നു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ പ്രാവ് അതിൽ മുട്ടയിട്ട് അടയിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി എപ്പോഴാണ് കുട്ടി പുറത്ത് വരികയെന്നറിയില്ല കേട്ടോ. പിന്നെന്താ നൈനുക്കുട്ടീനെ പഠിപ്പിക്കായിരുത്തുന്ന പരിപാടിയാണ് എന്നത്തെയും പോലെ. 2-3 ദിവസമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. കളി മാത്രമാണ് കേട്ടോ ഉള്ള പരിപാടി. പിന്നെ പഠിപ്പിക്കാതിരുത്തണ ഒരു മെനക്കേടാണ്. ഞാനും എന്നും അടിയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ചോറുണ്ട് കിടന്നുറങ്ങി. അപ്പോൾ ശരി, ടാറ്റാ ബൈ ബൈ.